അപ്പൊ തല്ലിന്റെ കാരണം അതായിരുന്നു അല്ലേ? എന്തായാലും അങ്ങനെ ഒരു സംഭവം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അമ്മയ്ക്ക് എന്റെ അച്ഛനെ തല്ലാൻ പറ്റില്ല. കാരണം അച്ഛനെ അമ്മയ്ക്ക് പേടിയാ. എന്നാ എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ ചെലവിലല്ല ഞാനിപ്പോ ജീവിക്കുന്നത്, അയാളുടെ ചേട്ടന്റെ ചെലവിലാ. ആ കുടുംബം നോക്കുന്നത് കണ്ണേട്ടനാ. അതിന്റെ ദേഷ്യം ഇഷ്ടം പോലെ എന്റെ ഉള്ളിലുണ്ട്. അതിന്റെ കൂടെയാ അയാളുടെ കാരണത്ത് ഞാൻ കൈ വെച്ചത്. മോളെ, നിനക്ക് മനംപുരട്ടലുണ്ടായപ്പോ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അവന്റെ അമ്മയ്ക്കല്ലേ തോന്നിയത്? എന്നു മാത്രല്ല, അവന്റെ എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുന്ന ഒരമ്മയാ അവിടെ ഉള്ളത്. അതുകൊണ്ട് നീ തല്ലിയപ്പോ അവനെ അല്ലായിരുന്നു തല്ലേണ്ടത്, അവരെയായിരുന്നു. ഞങ്ങള് തമ്മിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു കരുതിയിട്ടാ അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ അവൻ അറിയായിരുന്നല്ലോ കാര്യങ്ങള്. പിന്നെ എന്തിനാ അവൻ അങ്ങനെ സംശയിച്ചത്? പറയാൻ പാടില്ലാത്ത രീതിയില് അവൻ ഓരോന്ന് പറഞ്ഞത് എന്തിനാ? അതിനുള്ള ശിക്ഷയാ ഞാൻ 4 ആളിന്റെ മുന്നിൽ വെച്ച് കൊടുത്തത്. റോഡിൽ വെച്ച് ആൾക്കാര് കാണുകെ ഭർത്താവിന് ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ മോളെ? അങ്ങനെ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അമ്മയുടെ ചെറുപ്പകാലം. എന്നാലേ ഇന്ന് അങ്ങനെയല്ല. പെണ്ണിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പെണ്ണ് പ്രതികരിക്കും. ഇനി പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കില് അവൾക്ക് നീതി കിട്ടാൻ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ മുതലാക്കുന്ന ചില പെൺകുട്ടികളുമുണ്ട്. ഞാൻ അത്തരക്കാരിയല്ല. എന്റെ ഭാഗത്ത് 100% ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ടാ ഞാൻ അവന്റെ കവളത്തെ തല്ലിയത്. ഒരു നിസ്സാര കാര്യത്തിന് നീ അവനെ തല്ലി. അതിന് നിമിത്തമായത് അവന്റെ അമ്മയും. അവന്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അവരങ്ങനെ സംശയിച്ചു. പക്ഷേ അവന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലോ. പിന്നെ അവൻ എന്തിനാ എന്നെ സംശയിച്ചത്? എന്റെ ക്യാരക്ടറിനെ ആരെങ്കിലും ചോദ്യം ചെയ്താലുണ്ടല്ലോ, അവനെ ഞാൻ തല്ലുകയല്ല, ചിലപ്പോ കൊന്നിരിക്കും. നീ ഇപ്പൊ ഓടി ഇങ്ങോട്ട് പോന്നല്ലോ. ഇനി എന്താ നിന്റെ പരിപാടി? ലക്ഷ്മിയും കണ്ണേട്ടനും തമ്മിൽ തെറ്റിയതുകൊണ്ട് മാത്രം ഞാൻ തിരികെ പോയത്, അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇനി ഇതുപോലൊരു സംശയരോഗിക്കൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ നീ എന്താ വേറെ കല്യാണം കഴിക്കാൻ പോവാണോ? അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നേ? അമ്മയ്ക്ക് അമ്മയുടെ പാട് നോക്കി പൊക്കൂടെ? നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും നീ എന്റെ ഇളയ മകളാണെന്നുള്ള ബോധം എനിക്കുണ്ട്. ഓ, അത് പറച്ചിലൂടെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല. സ്വന്തം അച്ഛനും മുത്തശ്ശിയും ബന്ധുക്കളും ഒക്കെ ജീവിച്ചിരിക്കുമ്പോ 2 കൊമ്പൂട്ടെന്നൊക്കെ തോന്നും. അത് കഴിയുമ്പോഴാ വേണമെന്ന തോന്നലൊക്കെ ഉണ്ടാവുന്നത്. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവത്തില്ല. അവനെ പോലെ നട്ടലില്ലാത്ത ഭർത്താവിനെ എനിക്കിനി വേണ്ട. നിന്നേക്കാൾ മുന്നേ നിന്നെ അവൻ വേണ്ടെന്ന് വെച്ചേനെ. അവന്റെ അച്ഛന്റെ കൊലയാളി നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ